2026 തുടക്കത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പങ്കെടുക്കുന്ന ആ ചടങ്ങുകളിൽ വന്ദേ മാതരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പാടണമെന്ന്. ഈ ഉത്തരവിന്റെ പ്രത്യാഘാതം ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് 6 സ്റ്റാൻസകളുള്ള വന്ദേ മാതരം തന്നെ ദേശീയഗാനമായി അംഗീകരിക്കണമെന്ന ഒരു പരോക്ഷമായൊരു നിർബന്ധിക്കലുണ്ട്. ഈ ഒരു കണ്ണിൽ കൂടി വേണം 2026 മേയിൽ നടന്ന വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരമേറ്റെടുത്ത ഗവർണർ കൂടി പങ്കെടുത്ത ആ ചടങ്ങിനെ കാണാൻ. അന്നവിടെ വന്ദേ മാതരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പാടി. അത് വിവാദമാവുകയും ചെയ്തു. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിനെ എതിർത്തു. ഇവരുടെ എതിർപ്പിന് കാരണം വന്ദേമാതരം പാടിയതിലല്ല, മറിച്ച് പാടിയ ചില വരികളിലാണ്. ആ വരികൾ ഉള്ളത് അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ട ആ 4 ഭാഗങ്ങളിലാണ്. 1872-നും 1875-നും ഇടയ്ക്കെഴുതിയ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് നമ്മൾ സെക്കുലർ എന്ന് വിളിക്കുന്ന ആദ്യത്തെ ആ 2 ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അവസാനത്തെ ആ 4 ഭാഗങ്ങൾ, ആ 4 സ്റ്റാൻസ കൂട്ടിച്ചേർത്തത്. ഈ കൂട്ടിച്ചേർക്കലുകൾ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ആദ്യത്തെ ആ 2 സ്റ്റാൻസയ്ക്കുള്ള, ആ 2 ഭാഗങ്ങൾക്കുള്ള ഒരു ഇൻക്ലൂസീവ് നേച്ചർ, ഒരു സെക്യുലർ സ്വഭാവം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ ആ 4 ഭാഗങ്ങൾക്കില്ല. അതുമാത്രമല്ല, 6 ഭാഗങ്ങളോട് കൂടിയുള്ള വന്ദേ മാതരം ഉപയോഗിച്ച് പബ്ലിഷ് ചെയ്ത ആനന്ദമഠ് എന്ന ഒരു നോവലിൽ ചില പരാമർശങ്ങളുണ്ട്. ഇന്ത്യ എന്ന ആശയത്തോട് യോജിക്കാൻ കഴിയാത്ത ചില പരാമർശങ്ങൾ. ഇത് നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കെ 6 ഭാഗങ്ങളുള്ള വന്ദേ മാതരം തന്നെ ദേശീയ ഗീതമായി എല്ലാ ഇന്ത്യക്കാരും അംഗീകരിക്കണമെന്ന ഒരു സോഫ്റ്റ് മാൻഡേറ്റ് വളരെ ഗ്രാജുവലായിട്ടാണെങ്കിലും ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ എന്ന സംശയം കുറച്ചു പേർക്കെങ്കിലും ഉണ്ട്. 2025 അവസാനം വന്ദേ മാതരം 150 വർഷം പൂർത്തിയാക്കിയ ഇതിന്റെ ആഘോഷങ്ങൾ നടന്നിരുന്നു. ഈ സമയത്ത് ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് എഴുതുകയും വായിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം കോൺട്രവേഴ്സീസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ കാലത്തുണ്ടായി. ഈ വിഷയത്തെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ച പത്രങ്ങൾ, ആർട്ടിക്കിൾസ്, വീഡിയോസ് ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്: ആദ്യത്തെ 2 സ്റ്റാൻസയും അവസാനത്തെ 4 സ്റ്റാൻസയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് 2006 പബ്ലിഷ് ചെയ്ത ഈ ഔട്ട്ലുക്കിന്റെ ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിന്റെ അവസാനം അവർ ഈ കാര്യത്തെ സാധൂകരിക്കാൻ ഒരു സോഴ്സ് സൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ബുക്കിന്റെ പേര് വന്ദേ മാതരം ബയോഗ്രഫി ഓഫ് എ സോങ്. ഓഥർ സബ്യസാചി ഭട്ടാചാര്യ. സബ്യസാചി ഭട്ടാചാര്യ ഒരു അറിയപ്പെടുന്ന ഒരു ഗവേഷകനാണ്, എഴുത്തുകാരനാണ്, അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ കൊളോണിയൽ കാലഘട്ടത്തിലെ ബംഗാളാണ്. ഈ ബുക്കിൽ ദ പോയം എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ചാപ്റ്റർ 4-ൽ സബ്യസാചി ഭട്ടാചാര്യ 2 കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഒന്ന്, ആദ്യമായി വന്ദേമാതരം എഴുതിയപ്പോൾ, അതായത് 1872-നും 1875-നും ഇടയ്ക്ക് എഴുതിയപ്പോൾ അതിന് 2 സ്റ്റാൻസ അല്ലെങ്കിൽ 2 ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ആദ്യത്തെ 2 സ്റ്റാൻസ, ആ 2 ഭാഗങ്ങൾ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന കവിയുടെ സർഗപ്രക്രിയയുടെ ഭാഗമായി, അതായത് ഒരു പോയറ്റിന്റെ സെൽഫ് മ്യൂസിങ്സിന്റെ ഭാഗമായി സ്വന്തം രാജ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കവിതയായിട്ടാണ്. അതുമാത്രമായിരുന്നു ആ 2 ഭാഗങ്ങളുടെ ഉദ്ദേശവും ലക്ഷ്യവും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അവസാനത്തെ ആ 4 ഭാഗങ്ങൾ കൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഉദ്ദേശിച്ചത്? അതറിയാൻ നമ്മൾ ആനന്ദമഠ് എന്ന ഈ നോവലിനെ കുറിച്ച് അറിയണം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു ബ്യൂറോക്രാറ്റ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു കവിയും എഴുത്തുകാരനും കൂടിയായിരുന്നു. അദ്ദേഹം ഒരു മാഗസിൻ നടത്തിയിരുന്നു, ബംഗദർശൻ എന്ന പേരിൽ. 1881-ൽ ആനന്ദമഠ് എന്ന ഈ നോവൽ അദ്ദേഹം ബംഗദർശനിലാണ് പബ്ലിഷ് ചെയ്തത്. ഈ ആനന്ദമഠ് എന്ന ഈ നോവലിന്റെ കഥ ഒരു സംഘം ഹിന്ദു സന്യാസിമാർ അനീതിക്കെതിരെ നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. അത് ബ്രിട്ടീഷുകാർക്കെതിരെയും ബംഗാളിന്റെ ഭരണത്തലവനായ നവാബിനെതിരെയുമായിരുന്നു. ഇത് 1700-ന്റെ അവസാന പാദത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു നോവലാണ്. നോവലിൽ ഈ സംഘം യുദ്ധത്തിന് പോകുമ്പോൾ ആ സന്ദർഭത്തിൽ ഈ സംഘം നടത്തുന്ന ഒരു പോർവിളിയുണ്ട്. ആ പോർവിളിയായി ഉപയോഗപ്പെടുത്തിയത് വന്ദേമാതരത്തെയാണ്. വന്ദേമാതരം ഇങ്ങനെ ഉൾപ്പെടുത്തിയപ്പോൾ ബങ്കിം ഇന്ന് കാണുന്ന അവസാനത്തെ ആ 4 ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. ഈ കൂട്ടിച്ചേർത്ത വരികളിലാണ് ഹിന്ദു ദൈവങ്ങളുടെ പേരുകൾ ഉള്ളത്. എന്നാൽ ഈ നോവലിന്റെ പശ്ചാത്തലത്തിൽ ഇത് ആർക്കു വേണ്ടിയാണോ, എന്ത് സന്ദർഭത്തിലാണോ ഉപയോഗിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഇതിനൊരു സ്വാഭാവികതയുണ്ട്. അതായത് ആദ്യത്തെ ആ 2 ഭാഗങ്ങൾ ബങ്കിം എഴുതിയത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയും അവസാനത്തെ ആ 4 ഭാഗങ്ങൾ എഴുതിയത് ആനന്ദമഠ് എന്ന നോവലിന് വേണ്ടിയുമാണ്. പക്ഷേ ഇത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. 1881-ൽ പ്രസിദ്ധീകരിച്ച ആനന്ദമഠ് എന്ന ഈ നോവലിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ചില വർഗീയ പരാമർശങ്ങൾ ഉണ്ടെന്നാണ്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാകാം 6 ഭാഗങ്ങളോട് കൂടിയുള്ള വന്ദേമാതരം ഇന്ത്യ എന്ന ആശയത്തോട് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് ചില വിമർശകർ എങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, ബങ്കിം ജീവിച്ചിരുന്ന ആ ബംഗാൾ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും വളരെ സങ്കീർണമായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും ഇതുകൊണ്ടൊന്നും മറയ്ക്കാനാവില്ല. 1896-ൽ രവീന്ദ്രനാഥ് ടാഗോർ വന്ദേമാതരം ഒരു പൊതുവേദിയിൽ പാടിയതിനു ശേഷം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ജാതിമത വ്യത്യാസമില്ലാതെ വന്ദേമാതരം ഏറ്റെടുത്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒന്നായി വന്ദേമാതരം മാറി. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറുന്ന ആ സമയത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ
ചില മതസംഘടനകളും വന്ദേമാതരത്തിന്റെ വ്യാപകമായ ഉപയോഗത്തെ എതിർത്തു. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാകാൻ പോകുന്നു എന്നൊരു പ്രചാരണം അന്നുണ്ടായി. മാത്രമല്ല 1930-കളിൽ വർഗീയ കലാപങ്ങളും വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. ഈ അപകടം മനസ്സിലാക്കിയ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കൾ 1937-ൽ ഒരു സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. 1937-ൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ സെഷനിൽ പങ്കെടുത്തത് മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന ആസാദ് എന്നിവരൊക്കെയാണ്. ഈ സെഷനിൽ നീണ്ട ചർച്ചകൾക്ക് ശേഷം അവരെടുത്ത തീരുമാനം വന്ദേമാതരം ആദ്യത്തെ 2 ഭാഗങ്ങൾ മാത്രം പാടിയാൽ മതിയെന്നും അവസാനത്തെ 4 ഭാഗങ്ങൾ പാടണ്ട എന്നുമാണ്. മാത്രമല്ല ഇത് നിർബന്ധമാക്കരുത് എന്നും. വന്ദേമാതരം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കിയ അവർ അതേസമയം ഇതിലെ അവസാനത്തെ 4 ഭാഗങ്ങളിലുള്ള ചില വരികൾ ചില മതവിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇതൊക്കെയായിരുന്നു ഈ തീരുമാനത്തിന് പുറകിൽ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കളുടെ, നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്തിയ ആ നേതാക്കളുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. നമ്മൾ 2026-ൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് രാജ്യത്തെ നയിക്കുന്നവർക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടും ഈ ദീർഘവീക്ഷണവും കൈമോശം വന്നു എന്ന് കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ദേശീയ ഗാനം പോലെ ഒരു മീഡിയം, ഒരു സിമ്പൽ ആവശ്യമാണ് എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ അതിൽ കുറച്ചു പേർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയാത്ത ചിലതുണ്ടെങ്കിൽ അതിന് വിപരീത ഫലമേ ഉണ്ടാക്കുകയുള്ളൂ. വന്ദേമാതരം എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ളതാണ്, ഭിന്നിപ്പിക്കാനുള്ളതല്ല.